അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ തീ പടരുന്നതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിന് വന്ന ഒരു കമൻ്റാണ്. നമ്മൾ അമേരിക്കയിൽ തീ പിടിത്തപ്പോൾ ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2 വർഷം മുമ്പ് ഇവിടെ തുർക്കിയിൽ ഭൂകമ്പം നടന്നു, അതുപോലെ ഇന്തോനേഷ്യയിൽ സുനാമി വന്നു, അതുപോലെ തന്നെ ഇറാനിൽ ഭൂകമ്പം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ വന്നിട്ടില്ലേ വെള്ളപ്പൊക്കം, അങ്ങനെ ഒരുപാട് പോയി. അപ്പോൾ നിങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നു, സന്തോഷിക്കുന്നില്ല. ഇപ്പോൾ അമേരിക്കയിലാകുമ്പോൾ എന്തിനാണ് സന്തോഷിക്കുന്നത്? അവിടെ മനുഷ്യന്മാരല്ലുള്ളത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മനുഷ്യന്മാർ മരിച്ചതിനെ കുറിച്ചല്ല ഇപ്പോൾ സന്തോഷിക്കുന്നത്. അവിടെ അങ്ങനെ മരണസംഖ്യ കുറവാണ്, പക്ഷെ അവിടെ ഒരുപാട് കത്തി നശിച്ചു. അപ്പോൾ നമ്മൾ അമേരിക്ക ഇങ്ങനെ സന്തോഷിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ഗാസയിൽ ഇസ്രായേലിനെ കൊണ്ട് ബോംബ് കൊടുത്ത് അവിടെ ആക്രമിക്കുന്ന മാത്രമല്ല, അതിനെ കളിയാക്കി പിന്നെ അവരെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ ബംഗ്ലാവൊക്കെ കത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതൊരു ദൃഷ്ടാന്തമായിട്ട് പഠിച്ചവൻ്റെ ഒരു ശിക്ഷയായിട്ട് അതിനെ കാണാൻ പറ്റുകയുള്ളൂ. എല്ലായിടത്തും മുസ്ലിം രാജ്യത്തായിരിക്കും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുക്കുക. അപ്പോൾ ഇന്തോനേഷ്യയിൽ മുസ്ലിങ്ങളാണ് കൂടുതലുള്ളത്, അപ്പോൾ മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ പരീക്ഷണം വരാമെന്നുള്ള അതൊക്കെ ഖുർആൻ മനസ്സിലാക്കാത്തത് കൊണ്ട്, ഖുർആൻ ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് ഇത്തരം കമന്റ് വരുന്നത്. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കും തോറും നിങ്ങൾക്ക് മനസ്സിലാവും, ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ പരീക്ഷണം വരിക. അപ്പോൾ അവർ ഇവിടെ പ്രവർത്തിക്കുന്നതിന്റെ തെറ്റുകൾ, കുറ്റങ്ങൾ അവർക്ക് ഇവിടെ ദുനിയാവിൽ തന്നെ കൊടുക്കും. അത് ആഖിറത്തിലേക്ക് ചിലപ്പോൾ അള്ളാഹ് നീട്ടി കൊടുക്കില്ല. കാരണം ഇവിടെ അവർ പരീക്ഷണത്തിൽ ഇവിടെ അള്ളാഹു ശിക്ഷിച്ചാൽ നാളെ പരലോകത്ത് അവർക്ക് ശിക്ഷയുണ്ടാവില്ല. ചിലപ്പോൾ അവർ മണ്ണിനടിയിൽ മരിച്ചവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ഉണ്ടാവും, അവിടെ അവർ ചെയ്ത ശിക്ഷ കൊണ്ട് അവർ അനുഭവിക്കുന്നുണ്ടാവും. ചിലപ്പോൾ പരീക്ഷണമായിരിക്കാം. തുർക്കിയിലായാലും ഗാസയിലായാലും അവർ മരണപ്പെട്ടാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയും പ്രതിഫലം കൊടുക്കാം. അവർ ഈ ദുനിയാവിൽ ചെയ്ത ശിക്ഷക്കായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ പരീക്ഷണം. കേരളത്തായാലും എവിടെയായാലും അള്ളാഹു പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം, പട്ടിണി, അതുപോലെ തന്നെ ജീവനഷ്ടം, മാനനഷ്ടം, നമ്മളുടെ മക്കള്, മാതാപിതാക്കൾ, ഇങ്ങനെ ഓരോരുത്തരെയും അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് അമേരിക്ക മാത്രമല്ല. അമേരിക്ക എന്ന് പറയുമ്പോൾ അതൊരു സമ്പന്ന രാജ്യമാണ്. അങ്ങനെ അത് അവർക്ക് അള്ളാഹു ദുനിയാവ് സ്വർഗമാക്കി കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾക്ക്, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഈ ദുനിയാവിൽ പരീക്ഷണം കുറവായിരിക്കും. അപ്പോൾ ഈ അമേരിക്ക അഹങ്കരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളപായമില്ലാതെ ഒരു ചെറിയ സൂചനയാണ് തീ പടരുന്ന രീതിയിൽ കൊടുത്തിട്ട് മനസ്സിലാക്കിയത്, ഞാനിവിടെ ഉണ്ട്, അള്ളാഹു അക്ബർ, സുരക്ഷിതമായി നിങ്ങളൊന്നും വിചാരിക്കണ്ട, നിങ്ങളെക്കാളും മുകളിലൊരു ശക്തിയുണ്ട്, നിങ്ങളെ ഒന്നും സംഭവിക്കുന്നില്ല, ആരും ആക്രമിക്കാൻ വരുന്നില്ല, എന്നിട്ട് നിങ്ങൾ അണ്ടറിൽ ഞങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും, ഞങ്ങൾ ദരിദ്രനാക്കും, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചാൽ ഇതുപോലുള്ള പരീക്ഷണം അമേരിക്കക്കും കൊണ്ടുവരാൻ റബ്ബിന് കഴിയും. അള്ളാഹു അക്ബർ ഈ പറഞ്ഞാൽ, ഈ വീഡിയോന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ ഗോസംപ്, അതായത് നമ്മളെ മനസ്സിലേക്ക് കത്തിക്കേറേണ്ട, രോമം എണീക്കേണ്ട ഒരു വാചകമാണ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ. അല്ലാതെ ബുഷ് എന്ന് പറയുമ്പോൾ, അല്ല ലോക സമ്പന്നനെ പറയും, മമ്മൂട്ടിയുടെ പറയും, മോഹൻലാലിന്റെ പേരുമ്പോൾ അല്ല നമ്മളിങ്ങനെ രോമം എണീക്കേണ്ടത്. അവിടെയല്ല ഗോസംപ് ഉണ്ടാവേണ്ടത്. അള്ളാഹു അക്ബർ, എല്ലാത്തിനേക്കാളും മുകൾ അള്ളാഹു എന്നൊരു ശക്തിയുണ്ട്. റബ്ബിന്റെ പേര് കേൾക്കുമ്പോൾ, ഈ ദുനിയാവിനെ സൃഷ്ടിച്ച അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മളെ രോമം എണീക്കണം.